സാർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചില വാക്കുകൾ ആഡ് ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഓരോ സമയത്തും അതെല്ലാം ഫില്ല് ചെയ്ത് പോയതുകൊണ്ട് ഒരു അഡീഷണൽ വാക്കുകൾ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. എങ്കിൽ പോലും ആദ്യമായി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന സുരേഷ് സാറിന്റെ അടുത്ത് ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം സംസാരിച്ച രണ്ട് പ്രൊഡക്റ്റാണ്, ഒന്ന് യാഡിഫൈനും ഒന്ന് യാഡ്കിറ്റോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, ആ യാഡിഫൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ സുരേഷ് സാറിന് മനസ്സിലായത് ആ പ്രൊഡക്റ്റ് എന്തിനുള്ളതാണെന്നാണ്. ഞാൻ സുരേഷ് സാറിനോട് മാത്രമല്ല ചോദ്യം, ബാക്കിയുള്ളവർ ഉത്തരം പറയണ്ട, സുരേഷ് സാർ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ബാക്കിയുള്ളവർ കൂടി സഹായമാവും. എങ്കിലും സുരേഷ് സാറിന്റെ മനസ്സിൽ ഇപ്പൊ കെ സദാനന്ദ സാറിന്റെ പ്രസന്റേഷൻ കേട്ടപ്പോ ആ യാഡിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ കാതലായ അല്ലെങ്കിൽ എന്താണ് അതിന്റെ മെയിൻ പർപ്പസ്, എന്റെ ചോദ്യം ക്ലിയർ ആയല്ലോ? അപ്പൊ ഇപ്പൊ എല്ലാവരും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുഴഞ്ഞു വീണ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോസസ് നല്ല കറക്റ്റ് അല്ല. അപ്പൊ അതിന് സൂട്ടബിൾ ആയ ഒരു ഇതാണ്. ഓക്കെ, ആ ചോദ്യം ഞാൻ വിചാരിച്ച ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, സാറ് പറഞ്ഞ ഉത്തരവും കറക്റ്റാണ്. ആ ചോദ്യം ഞാൻ വേറൊരു രൂപത്തിൽ ഡൈവേർട്ട് ചെയ്യുന്നു. ആ യാഡിഫൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുമോ? എന്റെ ചോദ്യം അങ്ങനെയായിരുന്നു വരേണ്ടിരുന്നത്. കഴിക്കുമോ നമുക്ക് കിട്ടുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് സാർ മനസ്സിലാക്കിയത്? ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് പോകും. അപ്പോ നമ്മൾ ഫ്രീ ആയിരിക്കും, നല്ല ഹാപ്പി ഹെൽത്തി ആയിരിക്കും നമ്മൾ. ആ വാക്കുകളെല്ലാം ഉണ്ട്. യാഡിഫൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറവിലും അത് നമുക്ക് എന്താ പറയാ, നമ്മുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന മരണത്തിന് അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്ന സംഭവത്തിനൊക്കെ സൊല്യൂഷൻസ് കിട്ടുമെങ്കിലും അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുക. എന്റെയോ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും കൃത്യമായിട്ട് രക്തം എത്തുന്നുണ്ടെങ്കിൽ അത് എന്തെല്ലാം രൂപത്തിൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് ഞാൻ ഓരോന്ന് എണ്ണി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി അല്ലെ? അത് നമ്മുടെ കണ്ണിനെ സപ്പോർട്ട് ചെയ്യും, സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യും, ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള പലതിനെയും അത് ഉണ്ടാക്കുന്നു. രക്തം കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാനും വൃന്ദാ മേഡത്തിന്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് പറയുന്നു ഒന്ന് എഴുന്നേറ്റേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബീന മേഡത്തിന്റെ അടുത്ത് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ചേർന്ന് എഴുന്നേൽക്കാൻ എന്ത് വേണം? ഏതാനും സെക്കൻഡുകൾ വേണം അല്ലെ? അതേ സമയത്ത് ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്താണ് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റേ എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് എന്താവും? എന്താ കാരണം? അവന്റെ എനർജി ലെവൽ എൻഹാൻസ്ഡ്. അപ്പോ ഈ യാഡിഫൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഇപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ 2-3 ഞാനോ സുരേഷ് സാറോ അമ്പകാണ സാറോ വൃന്ദാമോടോ ഞങ്ങൾ 3-4 ആൾക്കാരും കൂടി ഒരു കമ്പനി അങ്ങ് തുടങ്ങി തൃശ്ശൂർ. നമുക്കും തുടങ്ങാനോ ഒരു പ്രൊഡക്റ്റ് അങ്ങ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളങ്ങ് പറയാ ഈ പ്രൊഡക്റ്റ് കഴിച്ചാൽ ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെയല്ല, ഈ സാധനം എത്ര ഹ്യൂമൻ ട്രയൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? യാഡിഫൈൻ അലോപ്പതി ഫാർമ കമ്പനികൾ ചെയ്യുന്നത് പോലെ 6 ഹ്യൂമൻ ട്രയൽ ചെയ്തിട്ട് മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ച് വന്നതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ വരുന്നത്. ഇത് ഇനീഷ്യൽ സ്റ്റേജില് ഈ പ്രൊഡക്റ്റിന്റെ പേര്, കമ്പനി ഇട്ടിരുന്ന പേര് എന്തായിരുന്നു അറിയോ? അതിന്റെ പേര് യാഡിഫൈൻ എന്നല്ല, ഹാർട്ടിഫൈൻ എന്നായിരുന്നു. HEA, ഹാർട്ട്. നമ്മുടെ ബോട്ടിലിന്റെ മുകളിൽ ഒരു ഹാർട്ടിന്റെ പിക്ചർ കൂടെ കൊടുത്തിട്ടായിരുന്നു കമ്പനി ഇത് മാർക്കറ്റ് ചെയ്തത്. കമ്പനി പോലും ഉദ്ദേശിച്ചത് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഇത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാ? കാർഡിയോ വാസ്കുലർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ ഇറക്കിയത്. പക്ഷെ അപ്പോഴാണ് സുരേഷ് സാർ പറഞ്ഞൊരു ബെനിഫിറ്റ് വരുന്നത്. ഇത് ഹാർട്ട് റിലേറ്റഡ് മാത്രമല്ല, ടോട്ടൽ ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടാവുന്നു, കൂടുന്നു. അതിനുശേഷമുള്ള ഹ്യൂമൻ ട്രയലുകളാണ് അത് പല ഇന്റേണൽ ഓർഗൻസിലും പറ്റുന്നു. കമ്പനി ഉടനെ തന്നെ എന്ത് ചെയ്തു? പേരങ്ങ് മാറ്റി, ഹാർട്ടിഫൈൻ എന്നുള്ള പേരങ്ങ് വിഡ്രോ ചെയ്തിട്ട് പുതിയ പേരങ്ങ് കൊണ്ടുവന്നത് എന്താ? യാഡിഫൈൻ. മനസ്സിലായല്ലോ? ഹാർട്ടിന്റെ പിക്ചർ ഉണ്ടായിരുന്നു, അതങ്ങ് മാറ്റി അതിന് പകരം എന്തിന്റെ പിക്ചർ അവിടെ വെച്ചു? ഒരു ഗിനിഫുഡിന്റെ പിക്ചർ അങ്ങ് വെച്ചു. മനസ്സിലായല്ലോ? അപ്പോ ഹാർട്ട് റിലേറ്റഡ് ആണ് എന്നുള്ള തോന്നൽ വരുമ്പോ ഹാർട്ടിന്റെ പിക്ചർ ഉണ്ടാകുമ്പോൾ സുരേഷ് സാർ ആവട്ടെ, ഞാനാവട്ടെ, സായൻ സാർ ആവട്ടെ, അങ്ങനെ പ്രൊഡക്റ്റ് ബോട്ടിലായിട്ട് നിൽക്കുമ്പോൾ ഹാർട്ടിന്റെ പിക്ചറും ഒരു ചോപ്പ്, ഹാർട്ടിന്റെ ഒരു ചോപ്പിലായിരിക്കുമല്ലോ, ആ ചോപ്പും അതേപോലെ തന്നെ യാഡിഫൈൻ എന്നുള്ള ഹാർട്ടിഫൈൻ എന്നുള്ള പേരൊക്കെ കാണിക്കുമ്പോൾ നമ്മളെന്താ ധരിക്കുക? ഇതെന്തിനുള്ളതാ? കാർഡിയോവാസ്കുലർ അല്ലേ? അപ്പൊ ആ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ അത് എന്റെ രൂപത്തിൽ അത് ഡിഫറൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ
വന്നപ്പോഴാണ് കമ്പനിയുടെ പേരെ മാറ്റിയിട്ട് ഹാർട്ടിഫൈൻ എന്നുള്ള പേര് മാറ്റിയിട്ട് യാഡിഫൈൻ എന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ പിക്ചറും അതിന്റെ ലാബിലിംഗും ഒക്കെ മാറ്റി എല്ലാവർക്കും കോമൺ ആയിട്ട്. ഇത് വെറുതെ അങ്ങ് പറയുന്നല്ല കേട്ടോ. നിങ്ങൾ കമ്പനി നമ്മളത് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ചലഞ്ച് ചെയ്ത് മാർക്കറ്റ് ചെയ്തോ, വെല്ലുവിളിച്ചിട്ട്. എന്താ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് പറയുന്നത് അറിയോ? ഇപ്പൊ സദാനന്ദ സാർ നേരത്തെ പറഞ്ഞു നമ്മളെ മറ്റേ HDL, LDL ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോ കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരു ലാബിൽ പോയിട്ട് നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ബ്ലഡ് എന്ത് ചെയ്യൂ, ടെസ്റ്റ് ചെയ്യൂ. ഓക്കെ, കഴിക്കുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് കഴിച്ച് ഒരൊറ്റ മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വീണ്ടും അതേ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യും. ആ 2 ടെസ്റ്റ് റിപ്പോർട്ട് വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ HDL എന്തായിരുന്നു മുമ്പുണ്ടായിരുന്നത്, ഇപ്പോഴെന്താണുള്ളത്, LDL എന്താണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്താണ്, ട്രൈഗ്ലിസറൈഡ് എന്താണ് എന്നുള്ളത് ആ ടെസ്റ്റ് റിപ്പോർട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, വ്യക്തമായ രൂപത്തിൽ ഒരു ആൻസർ കിട്ടും. സോ ആ രൂപത്തിൽ ചലഞ്ച് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ലാബിൽ പോയിട്ട് പൈസ ചെലവാക്കണ്ട. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏതിലാ, സെക്കൻഡ് ഫ്ലോറിലാണ്. നിങ്ങളൊരു ചെറിയ ടെസ്റ്റ് ചെയ്യുക, താഴെ ഇറങ്ങിയിട്ട് സെക്കൻഡ് ഫ്ലോർ അല്ല, ഈ ബിൽഡിംഗിന് എത്ര ഫ്ലോർ ഉണ്ട്, 3 4 ഫ്ലോർ ഉണ്ട് അല്ലെ. നിങ്ങൾ അനിൽസാർ ചെയ്യുന്നത് പോലെ ലിഫ്റ്റിൽ കയറുന്നത്, അദ്ദേഹം തടി എന്നാക്കാനല്ല ലിഫ്റ്റിൽ കയറുന്നത്, പേടിച്ചിട്ടാണ്. അതൊന്നുമില്ല. അപ്പൊ കാരണം പുള്ളിക്ക് ഭയങ്കര പേടി, ലിഫ്റ്റ് കണ്ടാൽ പിന്നെ അത് തുറക്കില്ല, ഞാൻ വിട്ടുപോകുന്നുള്ള ഒരു സൈക്കോളജിക്കൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പുള്ളി എവിടെ ചെന്നാലും ഇതിൽ കയറാറില്ല, ലിഫ്റ്റ് കയറാറില്ല. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ താഴെ പോയിട്ട് ആ 4 ഫ്ലോർ ഇന്ന് സാർ ഉപയോഗിക്കാത്ത സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. 4 ഫ്ലോർ ഒന്ന് സ്റ്റെയർ കേസ് വഴി ഒന്ന് 4ാമത്തെ ഫ്ലോറിൽ എത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കിതപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലെന്ത് ചെയ്യാം, ഒന്ന് സെറ്റാക്കുക. ഇത്ര എനിക്ക് പ്രയാസപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് യാഡിഫൈഡ് എന്ന് പറയുന്ന ബോട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾ 10 ദിവസം കഴിക്കൂ. ഞാൻ 1 മാസം ഒന്നും പറയുന്നില്ല, വെറും 10 ദിവസം കഴിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ വൃന്ദാവനം വന്നിട്ട് ഈ 4 സ്റ്റെപ്പ് നിങ്ങളൊന്ന് 4 ഫ്ലോർ നിങ്ങളൊന്ന് കയറി നോക്കൂ. ആ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. എത്രയോ വ്യക്തികൾ ആ രൂപത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഉപയോഗിച്ച വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ യാഡിഫൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. വളരെ നല്ല രൂപത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്റ്റാണ് യാഡിഫൈൻ. എനിവേ 42ഓളം വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചും ഈ ഒരു തരുണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. എനിവേ ഈ രൂപത്തിലുള്ള പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് പയ്യെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളിലായിട്ട് നമുക്ക് മനസ്സിലാക്കി